ഈ ഒരു ഐറ്റം ഇല്ലേ കുറച്ച് കൂടുതൽ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെങ്കിൽ നമ്മുടെ കിച്ചണിലെ കുക്കിങ്ങിൻ്റെ പകുതി ജോലിയും നല്ല ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീടുകളിലെ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന 3 ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ വേണ്ടത് ഉണക്കമുളകാണ് കേട്ടോ. ഞാൻ നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 1/2 കിലോ ചുവന്നുള്ളിയാണ് കേട്ടോ. 1/2 കിലോ തന്നെ എടുത്തോ കേട്ടോ. കറക്റ്റ് അളവാണ്. 1/2 കിലോക്ക് 150 ഗ്രാം ഉണക്കമുളക്. ഇനി ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരഞ്ഞു പോവരുത്. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയുടെ വെള്ളം നല്ലതുപോലെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി വെള്ളം നല്ലതുപോലെ മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണത് വരെ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഇനി ബാക്കി കുറച്ചുകൂടി ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഉള്ളീൻ്റെ വെള്ളം ഫുള്ളും പോയി കഴിഞ്ഞ് കറക്റ്റ് പാകമാകുമ്പോഴാണ് കേട്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സ് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം വരെ ഇത് കേടാകാതെ ഇരിക്കും കേട്ടോ. ചെറിയ 2-3 ബോട്ടിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ബോട്ടിലൊക്കെ നല്ല ക്ലീനായിട്ട് ഉണങ്ങിയിരിക്കണം. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ലേഡീസിന് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഈ വർക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. നമ്മൾ പരിപ്പ് പയറൊക്കെ റെഡിയാക്കുമ്പോഴും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ മിക്സിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച സാധനം റെഡിയാവും കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ അരച്ച കറികളും പിന്നെ മോര് കറിയൊക്കെ റെഡിയാക്കുമ്പോൾ താളിക്കുമ്പോൾ ഇത് കുറച്ച് ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ മുട്ട പൊരിക്കുമ്പോഴൊക്കെ കുറച്ച് ഇത് ഇട്ട് കൊടുത്ത് ഉള്ളി ഒക്കെ ഇടണതിന് പകരം കുറച്ച് ഇതിട്ട് മുട്ട പൊരിക്കണമെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ബീഫ് കുക്ക് ചെയ്തതിന് ശേഷം ഉള്ളിയൊന്നും ചേർക്കാതെ മുളക് കുറച്ച് കൂടുതൽ ഈ മിക്സ് ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.